ഇറ്റാലിയൻ നഗരമായ ട്രിയസ്റ്റയിൽ ഫ്രാൻസിസ് പാപ്പ സന്ദർശനം നടത്തി. ട്രിയസ്റ്റ് തുറമുഖത്തിനടുത്തുള്ള യൂണിറ്റി ഡി ഇറ്റാലിയ സ്ക്വയറിൽ ഏകദേശം 8500ഓളം ആളുകൾ പാപ്പ അർപ്പിച്ച വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു. കത്തോലിക്ക സാമൂഹ്യ സിദ്ധാന്തങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇറ്റലിയിലെ കത്തോലിക്ക സഭ സംഘടിപ്പിക്കുന്ന വാർഷിക പരിപാടിയായ കത്തോലിക്കരുടെ 50ാമത് സാമൂഹിക വാരത്തിന്റെ സമാപനത്തോടനുബന്ധിച്ചാണ് പാപ്പ ട്രിയസ്റ്റയിൽ സന്ദർശനം നടത്തിയത്. 1200ഓളം പേർ പങ്കെടുത്ത യോഗത്തിന്റെ ഈ വർഷത്തെ പ്രമേയം ജനാധിപത്യം എന്നതായിരുന്നു. മനുഷ്യനായി തീർന്ന് ദൈവത്താൽ വേരൂന്നിയ ഒരു വിശ്വാസം അത് ചരിത്രത്തിലേക്ക് വഴിതെളിക്കുന്നു, ജനങ്ങളുടെ ജീവിതത്തെ സ്പർശിക്കുന്നു, തകർന്ന ഹൃദയങ്ങളെ സുഖപ്പെടുത്തുന്നു. അത് പ്രത്യാശയുടെ പുളിമാവും ഒരു പുതിയ ലോകത്തിന് വിത്തുമായി മാറുന്നുവെന്നും പാപ്പ പറഞ്ഞു. മനുഷ്യജീവന്റെ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ പ്രോലൈഫ് പ്രവർത്തകരുടെ സേവനം മാതൃകാപരമെന്ന് CBCI പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. മനുഷ്യജീവനെതിരായി വിവിധ മേഖലകളിൽ വെല്ലുവിളികൾ ഉയരുമ്പോൾ അതിനെതിരെ കർമ്മപദ്ധതികൾ ആവിഷ്കരിക്കാനും മനുഷ്യ മനസാക്ഷിയെ ഉണർത്താനും പ്രോലൈഫ് സമിതി പ്രവർത്തനങ്ങൾക്ക് കഴിയുന്നുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. KCBC പ്രോലൈഫ് സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ മാർച്ച് ഫോർ ലൈഫ് ജീവസംരക്ഷണ സന്ദേശയാത്രയ്ക്ക് തൃശൂരിൽ നൽകിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മാർ തറയിൽ. അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്ന കുഞ്ഞ് ദൈവത്തിന്റെ ദാനമാണെന്നും ആ കുഞ്ഞിനെ നശിപ്പിക്കുന്നത് കൊലപാതകമാണെന്ന ചിന്ത സമൂഹത്തിനുണ്ടാകണമെന്നും അനുഗ്രഹ പ്രഭാഷണം നടത്തി സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ പറഞ്ഞു. ലേബർ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം പുതിയ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട കിയർ സ്റ്റാർമറിന് അഭിനന്ദനങ്ങൾ അറിയിച്ച് ബ്രിട്ടീഷ് ബിഷപ്പ് കോൺഫറൻസ് പ്രസിഡന്റ് കർദിനാൾ വിൻസെന്റ് നിക്കോളാസ്. പൊതു തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് ഇംഗ്ലണ്ടിലെയും വെലേൽസിയയിലെയും കത്തോലിക്ക സമൂഹത്തെ പ്രതിനിധീകരിച്ച് അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണെന്നും സർക്കാർ രൂപീകരിക്കുന്നതിലും നയിക്കുന്നതിലും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ആശംസകൾ അറിയിക്കുകയാണെന്നും ബിഷപ്പ് പ്രസ്താവിച്ചു. വിദ്യാഭ്യാസ കാര്യങ്ങളിലും പൊതുനന്മയെ സേവിക്കുന്ന മറ്റു മേഖലകളിലും സർക്കാരുമായി ക്രിയാത്മകമായി പ്രവർത്തിക്കാൻ കത്തോലിക്ക സഭ തയ്യാറാണെന്നും ബ്രിട്ടീഷ് ബിഷപ്പ് കോൺഫറൻസ് അറിയിച്ചു. ടോക്കിയോ അതിരൂപതയിലെ ആദ്യത്തെ കത്തോലിക്ക ദേവാലയം സ്ഥാപിതമായിട്ട് 150 വർഷങ്ങൾ പൂർത്തിയായി. വിശുദ്ധ ഔസേപ്പിതാവിന് സമർപ്പിച്ചിരിക്കുന്ന സൂജ്ഗയിലെ ദേവാലയമാണ് 150ാം വാർഷികം ആഘോഷിച്ചത്. ആഘോഷങ്ങളിൽ ടോക്കിയോ ആർച്ച് ബിഷപ്പ് ടാർസാർസിയോ ഐസാവോ കിക്കൂച്ച് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പാരീസ് ഫോറൻസ് മിഷൻ സൊസൈറ്റി അംഗങ്ങൾ നിർമ്മിച്ച സൂജ്ഗയിലെ ദേവാലയം 1874 നവംബറിലാണ് കൂദാശ ചെയ്തത്. 1891 ടോക്കിയോ അതിരൂപത സ്ഥാപിതമായപ്പോൾ ഈ ദേവാലയം കത്തീഡ്രൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. 1923 തീവ്രമായ കാൻഡോ ഭൂകമ്പത്തിൽ ഈ ദേവാലയം നശിക്കുകയും 1927 പുനർനിർമ്മിക്കുകയും ചെയ്തു. 1549 ഓഗസ്റ്റ് 15 വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറാണ് ജപ്പാനിൽ സുവിശേഷവൽക്കരണം ആരംഭിച്ചത്. പിന്നീട് ഫ്രാൻസിസ്കൻ ഡൊമിനിക്കൻ ഫ്രഞ്ച് മിഷണറിമാർ രാജ്യത്തെത്തി. ഫോണുകളുടെ അടിമകളാകാതിരിക്കാനും യഥാർത്ഥ ലോകത്തു നിന്നു മാറി സാങ്കല്പിക ലോക ജീവിതത്തിന് തടവിലാകാതിരിക്കാനും യുവജനങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഉദ്ബോധിപ്പിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ. ലോകത്തിൽ നന്മയും സ്നേഹവും വിതയ്ക്കുന്നതിന് സാധ്യമായ സകല ഉപാധികളും ഉപയോഗിച്ചുകൊണ്ട് പ്രത്യാശയുടെ സംവാഹകരും പാലങ്ങളുടെ ശില്പികളുമായിരിക്കാൻ യുവജനങ്ങളോട് ഫ്രാൻസിസ് പാപ്പ ആഹ്വാനം ചെയ്തു. റൊമാനിയയിലെ ഇയാസി രൂപതയിലെ യുവജനങ്ങൾക്ക് മെയ് മാസത്തിൽ അവിടെ നടന്ന രൂപത യുവജന സമ്മേളനത്തിൽ പങ്കെടുത്ത വത്തിക്കാൻ സംസ്ഥാന കാര്യദർശി കർദിനാൾ പിയത്രോ പരോളിൻ വഴി ഫ്രാൻസിസ് പാപ്പയ്ക്ക് ഒരു കത്ത് നൽകിയിരുന്നു. ഈ കത്തിന് മറുപടിയായി നൽകിയ സന്ദേശത്തിലാണ് പാപ്പ ഇപ്രകാരം പറഞ്ഞത്.